ഒറ്റ കാര്യം പറഞ്ഞ് നിർത്തട്ടെ. മൗലവി പറയുന്നു, മൂപ്പര് പറയാണ്, ഖിളിർ നബി പണ്ടങ്ങാ മരിച്ചുപോയിന്. എന്റെ ഖിളിർ നബി പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവരെ മൗലിദിലുണ്ട്, റിഫായി മൗലിദില്. അത് പച്ച കള്ള് പറയാ അമ്പിയാക്കളെ പേരിൽ. അതൊന്ന് ആദ്യം വെച്ചോട്ടാവനെ, അതൊന്ന് കേട്ടോ. ഞാൻ വളരെ ചുരുക്കി പറയട്ടെ, എന്താണ് അവിടെ വിശദീകരിക്കുന്നത്? നമ്മുടെ ശൈഖ് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. എന്താ ശൈഖ് പറഞ്ഞത്? ആരാ പറഞ്ഞത്? ആരാ കേട്ടത്? ആരാണ് പറഞ്ഞത്? ആരാണ് കേട്ടത്? നമ്മുടെ ശൈഖ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറയുന്നു, ഒരു അബുൽ വഫ പറഞ്ഞിട്ടുണ്ട്. സഹിഹായ ഖൗലാണ്, ആമുഖത്തിൽ തന്നെ നോണ പറഞ്ഞിട്ടാ പറയുന്നത്. എന്താ പറയുന്നത്? ഇന്നി സമിഅതുൽ ഖളിറ യൗമൻ ഖാല ലി, എന്നോട് ഖിളർ അലൈഹിസ്സലാം ഒരിക്കൽ പറഞ്ഞു. ഖിളർ നബി വന്നിട്ട് പറഞ്ഞു. കണ്ടോ, ഖിളർ അലൈഹിസ്സലാം ഇപ്പോഴുണ്ട്. ഖിളർ നബി വന്നിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഖിളർ നബി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ? അതൊരു പണ്ഡിതന്മാർക്കിടയിൽ ഇങ്ങനെ ഇപ്പോഴും ഈ കാലത്തും അങ്ങനെ പലതും പറയുന്നു. ഖിളർ അലൈഹിസ്സലാം അമ്പിയാക്കളെ പോലെ തന്നെ വഫാത്തായി പോയതാണ്. അതാണ് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കപ്പെടേണ്ടതും. അത് വേറൊരു വിഷയമാണ്. പറഞ്ഞെങ്കിൽ മനസ്സിലായോ? ഈ റിഫായി മൗലിദിലുണ്ട്, ഖദ് ഖാല ശൈഖു ശുയൂഖിന അബുൽ വഫ, നമ്മളെ ഉസ്താദിന്റെ ഉസ്താദ് അബുൽ വഫ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖൗലൻ സഹീഹൻ മാലഹു മുദ്ഹമി, ഒരു സഹീഹായ വർത്താനം. അതെന്താ? ഖിളർ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിഫായി ശൈഖിനെ കൊണ്ട് അഭിമാനം പറയും, ആദം നബിന്റെ മുമ്പിലൊക്കെ അഭിമാനം പറയൂ. ഇത് പറഞ്ഞതിനെ സംബന്ധിച്ച് മൂപ്പര് പറയാ, ഈ ഖിളർ നബി ജീവിച്ചിരിപ്പുണ്ടാ? ഖിളർ നബി ഇത് പറയാൻ അങ്ങനെ പറഞ്ഞു എന്ന് അമ്പിയാക്കളെ പേരിൽ കള്ളത്തരം പറയല്ലേ? അങ്ങനെ മഹ്ശർ എന്ന് പറയുന്നു ഖുർആനിലുണ്ടാ? ഹദീസിലുണ്ടോ? ഖുർആനിലുണ്ടോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിലുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ മനുഷ്യന്റെ ഒരു ഹാല്. കാരണം ഖിളർ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു എന്ന് കേട്ടാള് പറയാ, ഇയാള് പറയാ എന്ത്? അങ്ങനെ ഖിളർ അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ പറയുന്നത് കള്ളത്തരല്ലേ? ഇയാളോട് ഖിളർ നബി പറഞ്ഞോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല? സെലഫിനോട് പറഞ്ഞോ ഖിളർ നബി ഞാൻ അയാളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല? കേട്ടാല് പറയുന്നത് എന്നോട് ഖിളർ നബി പറഞ്ഞിട്ടുണ്ട്. മൗലവി പറയുന്ന കള്ളത്തരാണ് വഹി വന്നോ മൗലവി? അത് കളവാണെന്നത് ഖുർആൻ ഓതണോ? അത് കളവാണെന്നതിന് ഹദീസ് ഓതണോ? അല്ലെ ഒരു ഇമാമിന്റെ വാക്കുദ്ധരിക്കണോ? നിങ്ങൾക്ക് പറഞ്ഞാൽ മതിയോ കളവാൻ? ഇമാമിങ്ങൾ വരെ എന്നോട് ഖിളർ നബി പറഞ്ഞതാണ്, ഇയാൾ വരെ അങ്ങനെ പറഞ്ഞിട്ടില്ല, കളവാണ്. ഖുർആൻ ഇറങ്ങിയിട്ട് 600ഓളം കൊല്ലം കഴിഞ്ഞിട്ട് റിഫായി ശൈഖ് ജനിക്കുക, 500 കൊല്ലത്തിൽ ജനിക്കുക. എന്നിട്ട് ആ റിഫായി ശൈഖിനെ പറ്റി ഖുർആനിലുണ്ടോ ഉപരിച്ചുക? 500 കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച റിഫായി ശൈഖിനെ പറ്റി ഖുർആനിലുണ്ടോ? ഞാൻ ഖുർആൻ നിർത്തിട്ട് കാണിച്ചു കൊടുക്കണോ റിഫായി ശൈഖിനെ പറ്റി പറഞ്ഞത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇയാളൊരു ഹാല്. എന്റെ മൂപ്പർ എന്നോട് പറയും, നിങ്ങൾ സിദ്ദീഖ് മൗലിദ് തള്ളിയ പോലെ ഇതും തള്ളണോ? സിദ്ദീഖ് മൗലിദ് എന്നുള്ള പേരിൽ നിങ്ങളെപ്പോലത്തെ ആൾക്കാർ കടത്തിക്കൂട്ടിയൊരു മൗലിദ് ഉണ്ട്, അതാ തള്ളിയത്. ഒറിജിനൽ മൗലിദ് അല്ല തള്ളിയത്. അത് 2 സൈസ് ഉണ്ട്. ഇതാ ഈ മൗലിദ് കിതാബിലുള്ള ഒറിജിനൽ സിദ്ദീഖ് മൗലിദ്, അത് തള്ളിയിട്ടില്ല. പിന്നെ നിങ്ങളെപ്പോലത്തെ ഒരു കടത്തിക്കൂട്ടിയൊരു മൗലിദ് ഉണ്ട് ഇതില്, അത് തള്ളിയിട്ടുണ്ട്. അപ്പൊ ഞാൻ തള്ളിയത് ഒറിജിനൽ സിദ്ദീഖ് മൗലിദ് അല്ല. അതിന് ഇയാൾക്ക് ഇതെന്തെങ്കിലും അറിയോ? പണ്ട് കുട്ടിക്കാലത്ത് ബാപ്പന്റെ കൂടെ പോയി പാടിയ ഓർമ്മയല്ലേ? ഈ രണ്ടും വേർതിരിച്ച് മൂപ്പർക്ക് അറിയില്ലല്ലോ. പിന്നെ ഒന്ന് നിങ്ങൾക്ക് കേൾക്കണോ? ഇയാൾ എന്നിട്ട് പറയാണ്, 500-ൽ ജനിച്ച റിഫായി ശൈഖിനെ പറ്റി ഖുർആനിൽ കാണിച്ചു തരുമോ ഒരു ചോദ്യം. ആ ചോദ്യം ചോദിച്ചാല് അയാളെപ്പറ്റി അയാൾ പറഞ്ഞത് നേരാണ് എന്ന് തോന്നിപ്പോവും. അതൊന്ന് വെച്ചു കൊടുത്താവൻ അയാളെ പറ്റി അയാൾ പറഞ്ഞു. ഇവിടെ വന്നാൾക്ക് ഫുള്ളൊരു അതെ, ഇവിടെ വന്നാൾ അയാളാണല്ലോ. അല്ലാണ്ട് ഒരാൾ ചോദിക്കുമോ ഖുർആൻ ഇറങ്ങിയിട്ട് 500 കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച ആളെ പറ്റി ഖുർആൻ ഉണ്ടോന്ന് ഒരാൾ ചോദിക്കുമോ? ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഇയാൾ പറയാം ഖിളർ നബി അലൈഹി സ്വലാം വഫാത്തായി പോയിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഖിളർ നബി വഫാത്തായി എന്ന് ഖുർആനിലുണ്ടോ മൗലവി? അത് ഇതുപോലല്ല. കാരണം കുറെ മുമ്പേ ഉള്ള ആളാ ഖിളർ നബി, ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പുണ്ട്. ഖിളർ നബി വഫാത്തായി എന്ന് ഖുർആനിലുണ്ടോ? ഖിളർ നബി വഫാത്തായി ഹദീസിലുണ്ടോ? ഖിളർ നബി വഫാത്തായി നിങ്ങൾ ഇവിടെ ഒന്ന് പറഞ്ഞതാ അടുത്ത വരവിന് ഓതണ ആയത്ത് അല്ലേ? ഓതണ ഹദീസ്. ഖിളർ നബി വഫാത്തായി ഓതണം ആയത്ത്, ഓതണം ഹദീസ്. ഇല്ലെങ്കിലേ പാട്ട് പാടിയാ മതി, മതം പറയണ്ട കേട്ടോ. പാട്ട് പാടിയാ മതി, അല്ലെങ്കിൽ ആയത്തോത്. ഖിളർ നബി വഫാത്തായി ആയത്തോത് അല്ലെ? ഖിളർ നബി വഫാത്തായി ഒരു ഹദീസോ അല്ലെ? പാട്ട് പാടിക്കോ. അതൊന്ന് വെച്ചു കൊടുത്താവൻ അയാളെ പറ്റി അയാൾ പറഞ്ഞു.
പ്രമാണങ്ങളിലില്ലാത്തത് പറഞ്ഞുകൊണ്ട് ഉണ്ടെന്ന് കള്ളം പറയുന്ന ഈ ശൈലി, ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്ന ഈ ഒരു തോന്നിവാസം അമ്പിയാക്കളുടെ പേരിൽ വേണോ, ഔലിയായിന്റെ പേരിൽ വേണോ, മഹത്തുക്കളുടെ പേരിൽ വേണോ? 100 വട്ടം ആലോചിക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ മനുഷ്യന്റെ ഒരു ഹാല്. മരം പറയാൻ നടക്കണോ? ഖിദർ നബി വഫാത്തായില്ലേ? ഞങ്ങള് സഹീഹ് മുസ്ലിം, ഞങ്ങൾക്ക് ബുഖാരി മുസ്ലിം ഒക്കെ തെളിവ്. സഹീഹ് മുസ്ലിം എന്താ ഉള്ളത്? ദജ്ജാലിനോട് പടപൊരുതാൻ വരുന്ന ഒരു മഹാൻ, ദജ്ജാലി അദ്ദേഹത്തെ അറുത്തുകളയും പിന്നെയും ഹയാത്താക്കും, പിന്നെയും അറുക്കാൻ ശ്രമിക്കും, സാധിക്കൂല. ഫയുരീദു ദജ്ജാലു അൻ യഖ്തുലഹു ഫലാ യുസല്ലതു അലൈഹി. ദജ്ജാലിന് പിന്നെ നടക്കൂല. അങ്ങനത്തെ ഒരു മഹാനുണ്ട്. അബൂ ഇസ്ഹാഖ്, ഇമാം ബുഖാരി മുസ്ലിം തുടങ്ങിയ പണ്ഡിതന്മാരെ ഉസ്താദുമാര് പറയാണ്, യുഖാലു ഇന്ന ഹാദർ റജുല ഹുവൽ ഖദിറു അലൈഹിസ്സലാം. ദജ്ജാൽ കത്തി കൊണ്ടറുക്കുന്ന മനുഷ്യൻ ഖദിർ അലൈഹിസ്സലാമാണെന്ന് പറയപ്പെടുന്നു. അപ്പൊ ദജ്ജാൽ വന്നാലും ഖിദർ നബി ഇവിടെ ഉണ്ടാകുമെന്ന് സഹീഹ് മുസ്ലിമിലുണ്ടേ. മൗലവി ഉമർ മൗലവിന്റെ സെൽസബീൽ വായിച്ച മതം മനസ്സിലാവൂല. ബുഖാരിയും മുസ്ലിമും ഒക്കെ ഓതിപ്പടിക്കണം. ഇനി നിങ്ങൾക്ക് അതാ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത് കാണണോ? അതേ ബിസനദിൻ സഹീഹിൻ, സഹീഹായ പരമ്പര കൊണ്ട് തന്നെ. അൻയാഹ് ഇബ്നു ഉബൈദ ബിസനദിൻ സഹീഹിൻ അൻയാഹ് ഇബ്നു ഉബൈദ ഖാല ഖറജ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഇല സ്വലാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ശേഷം 100ഓളം കൊല്ലങ്ങൾക്ക് ശേഷമുള്ള ആളാണ്. ബഹുമാനപ്പെട്ടവർ നിസ്കരിക്കാൻ പോവാണ്. വശൈഖും മുതവക്കിഉൻ അലാ യദിഹി, മൂപ്പര കൈമ ചാരിയിട്ട് ശൈഖിനെയും കാണുന്നു. ഫഖുൽതു ഫീ നഫ്സി, എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു, ഇന്ന ഹാദ ശൈഖ ജാഫിൻ, ഭരണാധികാരിയും വലിയും ഇമാമുമായ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കയ്യൊലി ഇങ്ങനെ ചാരിയിട്ട് പോകുന്ന ഈ ശൈഖന്റെ ഒരു ശരിയായ അദബ് കാണിക്കാത്ത ഒരു പരുക്കനായ ഒരാള്. ഫലമ്മാ സല്ലാ, നിസ്കാരം കഴിഞ്ഞു, ദഖല ലഹിഖ്തുഹു, അതേ നിസ്കാരം കഴിഞ്ഞ് മൂപ്പരങ്ങ് കടന്നു. ആര്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വീട്ടിൽ കടന്നു. ലഹിഖ്തു, ഞാൻ തങ്ങളെ കൂടെ തന്നെ ചെന്ന്. ഫഖുൽതു, ഞാൻ പറഞ്ഞു, അസ്ലഹല്ലാഹുൽ അമീർ, അമീറിനുള്ള ഗുണം തരട്ടെ. മനി ശൈഖുല്ലദീ കാന യത്തഖി വലാ യദിക. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ നിങ്ങളെ കൈപിടിച്ച ശൈഖാരായിരുന്നു. അലയാ റിയാഹ് റഅയ്തഹു, നിങ്ങൾ അയാളെ കണ്ടോ? റിയാഹേ. ഖുൽതു നഅം, ഞാൻ പറഞ്ഞു കണ്ടു. അലമാ അഹ്സിബുക ഇല്ലാ റജുലൻ സാലിഹ, നിങ്ങളൊരു നല്ല മനുഷ്യനായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഖദിർ, അത് എന്റെ സഹോദരൻ ഖദിർ അലൈഹിസ്സലാമാണ്. റിയാഹേ അതാനി ഫഅലമനി അന്നി സഅലി അംറ ഹാദിഹിൽ ഉമ്മ വഅന്നി സഅദുലു ഫീഹാ. ഇപ്പോൾ ഞാൻ ഗവർണറാണല്ലോ, ഇനി ഞാൻ ഭരണാധികാരി തന്നെ പിന്നീടാകുമെന്ന് ഖിദർ നബി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നീതിയോടെ ഭരണം നടത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. സഹീഹായ പരമ്പരയിൽ ഹദീസ് ഞങ്ങൾ കിതാബിൽ കാണുന്നു. മൗലവിമാരെ, ഖിദർ നബിയെ കണ്ടവരും കൈപിടിച്ചവരും എത്ര. ഖിദർ അലൈഹിസ്സലാം ദജ്ജാൽ വരുന്നത് വരെ ഉണ്ടാകുമെന്ന് സഹീഹ് മുസ്ലിമിൽ തന്നെയും മുസ്ലിമിന്റെ അതാ ഉദ്ധരണിയിൽ തന്നെയും നമ്മൾ കാണുന്നു. എന്നിട്ട് നിങ്ങൾ വിവരക്കേട് വിളമ്പിയില്ലേ മൗലവി? ഖിദർ അലൈഹിസ്സലാമിനെ കാണൂല, പറയൂല, അത് അമ്പിയാക്കളെ കുറിച്ച് കളവ് പറഞ്ഞതാണെന്ന് വിവരക്കേട് പറഞ്ഞില്ല മൗലവി. ഖിദർ നബി നിങ്ങളെ കൈവന്ന് പിടിച്ചിട്ട്, ആരടാ നീ എന്നെ കുറിച്ച് കള്ളം പറയാൻ, ആരടാ നീ എന്നെ കുറിച്ച് കള്ളം പറയാനെന്ന് സലഫിയോട് ചോദിക്കുമ്പോ, സലഫിനെ കൊണ്ടുവരുന്ന മുജാഹിദീങ്ങളെ മഹേസറയിൽ വിറച്ചിട്ട് മിണ്ടാൻ കഴിയോ നിങ്ങൾക്ക്? ഈ കള്ളം പറയുന്ന മൗലവി എത്രയെത്ര കളവാണ് വിവരക്കേട് കൊണ്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. നിങ്ങൾക്ക് ഒരുപാട് രസകരമായ ക്ലിപ്പുകൾ കേൾപ്പിക്കാനുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഇനി നാളെ നിങ്ങൾക്ക് മൗലവി റസൂലുള്ളാഹിന്റെ പേരിൽ പറഞ്ഞ കളവ് ഓരോന്നോരോന്നായി ഞാൻ ബുഖാരി വെച്ചങ്ങ് തെളിയിച്ചു തരും. നിങ്ങൾക്ക് നാളെ കേൾക്കാം. ഇപ്പോൾ ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ റഹ്മാനേ. നാളെ ഇൻഷാ അല്ലാഹ് ക്ലിപ്പൊക്കെ ഞാൻ നാളേക്ക് വെച്ചതാ. രസകരമായ കുറെ ക്ലിപ്പുണ്ട്. സുന്നി മുസ്ലിയാമാരെ കുട്ടികളൊക്കെ കഴുത്തു പുരണ്ടി കൊല്ലണമെന്ന് പറഞ്ഞതും, പാണക്കാട് തങ്ങളും ഒന്നും തങ്ങളല്ലാന്ന് പറഞ്ഞതും, തങ്ങളെ വീട് റെയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞതും, അതുപോലെ തന്നെ
അഡ്വാനിയും അതുപോലത്തെ ആൾക്കാരൊക്കെ തങ്ങന്മാരാണ് എന്ന് പറഞ്ഞതും അതൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ കേൾപ്പിച്ചേരും മൗലവിമാര് പറഞ്ഞത്. ഇന്നിപ്പോൾ ഞാൻ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് ഹഖായ നിലക്ക് മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായമില്ലാതെ ഒരു മനുഷ്യരും സ്വർഗത്തിൽ കടക്കാൻ കഴിയൂല കേട്ടോ. ഒരു മനുഷ്യരും രക്ഷപ്പെടൂല കേട്ടോ.